മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കോടതി അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ നീക്കങ്ങൾ നടത്തുന്നു, സമരക്കാരും പോലീസും തമ്മിലുള്ള വിഷയം ഏത് രീതിയിലേക്ക് ഇപ്പോ എത്തി നിൽക്കുന്നു, ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ടുള്ളത് തെളിവ് സഹിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ മോദി വിരുദ്ധരും അതേപോലെ തന്നെ സുഡാപ്പികളൊന്നും കാണണ്ട. അവർക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. 2024 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ടും സത്യപ്രതിജ്ഞ നടക്കൂല, പ്രധാനമന്ത്രി ആയിട്ട് മോദി വരില്ല, ഇനി ആയാൽ തന്നെ 3 മാസത്തിലധികം പോവില്ല എന്നതൊക്കെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞതാണല്ലോ. മോദിക്കെതിരെ മാത്രമേ പ്രമുഖ മാധ്യമങ്ങൾ വിളിച്ചു പറയൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സുഖിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ അത് കേട്ടാൽ മതി. നമ്മൾ ഈ വീഡിയോയിലൂടെ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോ ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരം 8 നിലയിൽ തേഞ്ഞൊട്ടി എന്നുള്ളത് പ്രമുഖ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിൽ സമ്മതിച്ചു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. നമുക്ക് ആ സമരത്തിലൂടെ ഒന്ന് മുന്നോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി സമര ആവശ്യവുമായിട്ട് രംഗത്തെത്തുന്നു. ഡൽഹി പോലീസ് അതിന് എല്ലാ രീതിയിലും അനുമതി കൊടുക്കുന്നു. അനുമതി എന്ന് മാത്രമല്ല, എല്ലാ രീതിയിലും ആ സമരത്തിന് സുരക്ഷയും കൊടുക്കുന്നു. അവിടെ ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഡൽഹി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർ വളരെ വലിയ രീതിയിൽ തന്നെ ജന്തർ മന്ദിറിൽ നടന്നിട്ടുള്ള സമരത്തെ എല്ലാ രീതിയിലും സുരക്ഷ കൊടുക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. സമരം ചെയ്യുക എന്നുള്ളതൊരു അവകാശം തന്നെയാണ്. അപ്പോ സമരക്കാര് ജന്തർ മന്ദിറിൽ സമരം ചെയ്തു. ദിവസങ്ങൾ മുന്നോട്ട് പോയി, ഒരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ ഒരു മാധ്യമ ശ്രദ്ധ പോലും ഈ സമരത്തിന് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സമരക്കാര് കലാപകാരികളായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ജന്തർ മന്ദിറിലെ സമരം പടിപടിയായിട്ട് മുന്നോട്ട് വെക്കുന്നു. എങ്ങോട്ടേക്കാണ് വെക്കുന്നത്? 8ാം ഘട്ടമാണ് കേട്ടോ ഈ സമരത്തിന്റെ. എങ്ങോട്ടേക്കാണ് അവര് പടിപടിയായിട്ട് മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ രാജ്യ തലസ്ഥാനമാണ് ഡൽഹി. ഈ രാജ്യ തലസ്ഥാനത്ത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, ഡൽഹിയിലുണ്ട്. പ്രധാനമായിട്ടും പാർലമെന്റ് ലക്ഷ്യം വെച്ചു. അതായത് നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയിലേക്ക് സമരം പടിപടിയായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. പോലീസ് പരമാവധി അത് തടയാൻ ശ്രമിക്കുന്നു. നമ്മുടെ പോലീസിന് ഒരു ഉത്തരവാദിത്തമല്ലേ? ഈ രാജ്യത്തെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ സമാധാനം നിലനിർത്തുക എന്നുള്ളത് അവരാണത് ചെയ്യേണ്ടത്. ഏത് കലാപകാരികൾക്കെതിരെയും നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തം. അപ്പൊ പോലീസുകാർ പരമാവധി അത് നിർത്തിവെപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചോ? കലാപം അവിടെ നടന്നു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയുന്നതല്ലേ. സോഷ്യൽ മീഡിയയിൽ പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, പോലീസ് ബസ് ആക്രമിക്കുന്നത്, നിരവധി പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നത് ഒക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടില്ലേ. നമ്മൾ നിരവധി വീഡിയോകൾ കണ്ടില്ലേ. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാത്തത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 118-ലധികം ഡൽഹി പോലീസിലെയും കേന്ദ്ര സായുധ പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവരിൽ സ്പെഷ്യൽ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, DCP ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും വനിതാ പോലീസുകാരും ഉൾപ്പെടുന്നു. ഏകദേശം 15 മുതൽ 20 വരെ സർക്കാർ വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധത്തിനിടെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ ആരാണ് തകർത്തത് എന്നുള്ളതും വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഈ പോലീസിനെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാര് ആക്രമിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഒരു പെട്ടിക്കോള വാർത്ത പോലും കൊടുത്തില്ല. മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിക്കാർക്ക് വേണ്ടി ഇരവാദം തുടങ്ങി. പോലീസ് എന്തോ ചെയ്തത്, പോലീസ് എന്താണ് ചെയ്യേണ്ടത്? 3ാം ഘട്ടമായിട്ട് പോലീസ് ആ സമരത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും പാർലമെന്റിലേക്കൊക്കെ ആക്രമണം നടത്തുമ്പോ നമ്മുടെ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് വേണ്ടത്. പോലീസ് നടപടികൾ എടുക്കണമെന്ന് കോടതി പോലും പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതിനനുസരിച്ച് പോലീസ് ആ സമരത്തെ നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി അഥവാ ഡൽഹി പോലീസ് അങ്ങ് മാറി നിന്നിരുന്നെങ്കിൽ ഈ സമരക്കാര് ഈ പറയുന്ന പാർലമെന്റിലേക്ക് ആക്രമണം നടത്തിയാൽ എന്താ സംഭവിക്കുക? മറ്റൊരു ബംഗ്ലാദേശോ മറ്റൊരു നേപ്പാളോ ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യം മാറില്ലായിരുന്നോ?
നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ സകലതിനും സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങ് മാറിക്കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പാർലമെന്റിലേക്ക് ഇരച്ചു കയറില്ലായിരുന്നോ ഈ കലാപകാരികള്? ആ സമരക്കാരെ നിയന്ത്രിച്ചത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഡൽഹി പോലീസ് ചെയ്തിട്ടുള്ളതാ. ഈ രാജ്യത്തെ സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ആ കലാപകാരികളെ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് ബലപ്രയോഗത്തിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. പോലീസുകാർക്ക് എന്തുമാതിരി വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചു നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. മറ്റൊരു ബംഗ്ലാദേശ്, മറ്റൊരു നേപ്പാളൊക്കെ ആഹ്വാനം ചെയ്ത് ആ കലാപകാരികൾ വലിയ രീതിയിൽ രംഗത്തെത്തിയതാ. അവരുടെ ലക്ഷ്യം നമ്മുടെ പാർലമെന്റാണ്, നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കുക എന്നുള്ളതാണ്. അവരിൽ നിന്നാണ് നമ്മുടെ ഡൽഹി പോലീസ് നമ്മുടെ രാജ്യത്തിന് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ മാധ്യമങ്ങൾ ഈ സമയം വരെ കൊടുക്കാത്ത മറ്റൊരു പ്രസ് മീറ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തത്. അതായത് പോലീസുകാരുടെ ഭാര്യമാര്, അതേപോലെ തന്നെ അച്ഛൻ പോലീസായിട്ടുള്ളവരൊക്കെ തന്നെ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഇവിടെ വാർത്ത പോലും കൊടുത്തിട്ടില്ല. ഞാനൊരു ലേഡി പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സ്വാഗതം. എന്റെ പേര് ഉപനീത് കൗർ. എന്റെ ഭർത്താവ് ഡൽഹി പോലീസിലെ ACP ആയി സേവനമനുഷ്ഠിക്കുന്നു. ജൂലൈയിൽ ഒരു രാത്രിയിൽ അദ്ദേഹം പരിക്കേറ്റ് വീട്ടിലെത്തിയപ്പോൾ ആ നിമിഷം എനിക്കും എൻ്റെ ചെറിയ മകൾക്കും അവിശ്വസനീയമാം വിധം വേദനാജനകവും ആഘാതകരവുമായിരുന്നു. അവരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു, ഒരു യൂണിഫോമിന് പിന്നിൽ ഒരു പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്, അവന് പിന്നിൽ അവന്റെയും അമ്മയും അച്ഛനും ഭാര്യയും കുട്ടികളും മുഴുവൻ കുടുംബവുമുണ്ട്. അവൻ സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനായി രാത്രി വൈകുവോളം അവർ കാത്തിരിക്കുന്നു. ഞാനിതൊക്കെ എടുത്തു വായിക്കാനുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല, സമരക്കാർക്ക് മാത്രമാണ് ഇവിടെ നീതി എന്നും പറഞ്ഞ് ഇരവാദം ഉന്നയിച്ച് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോലീസുകാർക്ക് കുടുംബമില്ലേ, അവർക്ക് മക്കളില്ലേ? അവര് നിരന്തരം പ്രസ് മീറ്റുകളൊക്കെ രാജ്യ തലസ്ഥാനത്ത് തന്നെ നടത്തുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത പോലും കൊടുക്കുന്നില്ല. ഈ സമരം നിയന്ത്രിച്ചത് ഡൽഹി പോലീസ്. അതായത് ഈ സമരത്തെ ബലം പ്രയോഗിച്ച് തന്നെ ഏറ്റവും ഒടുവിൽ അത് അവസാനിപ്പിക്കുന്നതിലേക്ക് അപകടം സംഭവിക്കാതെ, ഒന്നും സംഭവിക്കാതെ അതിനെ വലിയ രീതിയിൽ തടഞ്ഞു വെച്ചത് ഡൽഹി പോലീസാ. ഈ രാജ്യത്തിന് വേണ്ടിയാണ് അവർ ആ ജോലി ചെയ്തിട്ടുള്ളത്. പോലീസുകാരെയാണ് കലാപകാരികൾ ആക്രമണം നടത്തിയത്. നമ്മളിപ്പോ വാർത്തകൾ കേട്ടോണ്ടിരിക്കല്ലേ, പല ഭാഗങ്ങളിൽ നിന്നോ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നോ പണം കൊടുത്തുകൊണ്ട് ഗൾഫിൽ നിന്ന് പോലും നമ്മുടെ രാജ്യത്തേക്ക്, ഡൽഹിയിലേക്ക് കലാപം നടത്താൻ ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഡൽഹി പോലീസൊക്കെ രാജ്യത്തിന് വേണ്ടി വലിയ സേവനമല്ലേ അനുഷ്ഠിച്ചിട്ടുള്ളത്. ഞാനിതൊക്കെ എടുത്തെടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം, മലയാളികൾ ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ മറച്ചു പിടിച്ച് ഇരവാദം ഉന്നയിച്ച കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പ്രമുഖ മാധ്യമങ്ങള് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് ഒരക്ഷരം ഇണ്ടാത്തത് എന്താ? 8 നിലയിൽ പരാജയമാണ് ഈ സമരം കൊണ്ട് പ്രതിപക്ഷത്തിനുണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് ഡൽഹി പോലീസിന്റെ അവരുമായി ബന്ധപ്പെട്ട ഫാമിലി രംഗത്തെത്തി ഉണ്ടായ കാര്യങ്ങൾ, അവരുടെ വേദന നിരന്തരം പറയുന്നു. നരേന്ദ്രമോദി നിരന്തരം റീലിലൂടെ വന്ന് പുതുതലമുറയിലേക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, കലാപകാരികൾ വേറെയാണ്, നമ്മൾ വേറെയാണ്. നമ്മുടെ പുതുതലമുറ ഈ രാജ്യത്തിന്റെ വളർച്ചക്കൊപ്പം നിൽക്കണം. സമരം ചെയ്തവർക്കെതിരെ കേസില്ല, മറിച്ച് കലാപം നടത്തിയ ഒരാളെയും വിടൂല. പല സംസ്ഥാനങ്ങളിൽ കേസെടുത്തിട്ടുണ്ട്. കോടതി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് അതത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത്. കലാപം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല. അതും ഒരു കള്ളക്കേസ് എന്ന് പോലും ആർക്കും പറയാൻ സാധിക്കൂല. കാരണം എല്ലാത്തിനും ഡിജിറ്റൽ തെളിവുകളുണ്ട്. പോലീസുകാരെ ആക്രമിച്ചതിന്, 100-ലധികം പോലീസുകാരെ ആക്രമിച്ചതിന് കൃത്യമായിട്ട് തെളിവുകളുണ്ട്, വീഡിയോകളുണ്ട്. ആ വീഡിയോകളിലുള്ള ആളുകളെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അങ്ങനെ 8 നിലയിൽ ഈ സമരം പൊട്ടിയത് കൊണ്ടാ പ്രമുഖ മാധ്യമങ്ങൾ പോലും ഒരക്ഷരം മിണ്ടാത്തത്. പിന്നെ ഡൽഹി പോലീസ് നമ്മുടെ രാജ്യത്തിന് വലിയ സേവനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബംഗ്ലാദേശോ മറ്റൊരു നേപ്പാളോ ആക്കാതെ നോക്കിയിട്ടുള്ളത് ഡൽഹി പോലീസ് കൂടിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.